ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ പരിഹരിച്ചു മാത്രമേ കടൽ മണൽ ഖനനം നടപ്പാക്കൂ എന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. കേരളത്തിലെ എല്ലാ വില്ലേജ് ഓഫീസുകളും സ്മാർട്ട് വില്ലേജ് ആക്കുമെന്ന് മന്ത്രി കെ രാജൻ. ക്ഷീരവികസന വകുപ്പിന്റെ ഫോക്കസ് ബ്ലോക്ക് സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി ഇന്ന് തൊടുപുഴയിൽ നിർവഹിക്കുന്നു. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ രംഗം പുതിയ വിജ്ഞാന സാധ്യതകൾക്കനുസരിച്ച് നവീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. മീനമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. സന്നിധാനത്തെ മേൽപ്പാലം ഒഴിവാക്കിയുള്ള പുതിയ ദർശന രീതിയുടെ ട്രയൽ റണ്ണും ഇന്ന്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ഫൈനലിൽ നാളെ മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും കേരളം മുന്നിലാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. കോഴിക്കോട് കോർപ്പറേഷനിലെ ചേവരമ്പലം ഹെൽത്ത് ആന്റ് വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കാനാണ് പ്രധാനമന്ത്രി ലക്ഷ്യമിടുന്നതെന്നും യോഗാ ദിനം ലോകം ഏറ്റെടുത്തതായും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തും ശുചിത്വത്തിന്റെ രംഗത്തും എന്നും മുന്നിലായിരുന്നു. നമ്മുടെ പൂർവികന്മാർ പറഞ്ഞു തന്ന വഴികളാണ്. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും മുന്നിൽ നിൽക്കുന്നതിന്റെ കാരണം അതാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കാം എന്നുള്ളതിന്റെ ഒരു ബോധ്യം ഓരോ വ്യക്തികളിലുമുണ്ട്, അവരുടെ ചിന്തകളിലുണ്ട്. ആ ചിന്തകളെ എങ്ങനെ ക്രോഡീകരിക്കും എന്നുള്ളതാണ് നേതൃത്വത്തിന്റെ ഉത്തരവാദിത്വം. മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ പരിഹരിച്ച് മാത്രമേ കടൽ മണൽ ഖനനം നടപ്പാക്കൂ എന്ന് കേന്ദ്ര സഹമന്ത്രി കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. വിഷയത്തിൽ മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച നടത്തുമെന്നും പഠനം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ എല്ലാ വില്ലേജ് ഓഫീസുകളും സ്മാർട്ട് വില്ലേജ് ആക്കുമെന്ന് മന്ത്രി കെ രാജൻ. കണ്ണൂർ ചിറക്കൽ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി. റവന്യൂ വകുപ്പിന്റെ സേവനങ്ങൾ മുഴുവൻ ഓൺലൈൻ ആക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. കേരള പിറവി ദിനത്തിൽ റവന്യൂ കാർഡ് പുറത്തിറക്കാനുള്ള ശ്രമത്തിലാണ് വകുപ്പെന്നും മന്ത്രി പറഞ്ഞു. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത പുനരധിവാസ പദ്ധതിക്കായി തയ്യാറാക്കിയ രണ്ടാംഘട്ട എ ലിസ്റ്റിൽ 6 പേർ കൂടി ഉൾപ്പെട്ടു. 10, 11, 12 വാർഡുകളിലാണ് ആക്ഷേപങ്ങളുടെ അടിസ്ഥാനത്തിൽ 2 പേർ വീതം പുതുതായി ഉൾപ്പെട്ടത്. 3 വാർഡുകളിലുമായി 87 പേരാണ് രണ്ടാംഘട്ട എ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. അതേസമയം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിത ഗുണഭോക്താക്കളെ തിരിച്ചറിയാനും സർക്കാർ നൽകുന്ന വിവിധ സഹായങ്ങൾ ട്രാക്ക് ചെയ്യാനുമുള്ള സ്മാർട്ട് കാർഡ് റവന്യൂ മന്ത്രി കെ രാജൻ ദുരിതബാധിതർക്ക് ഇന്നലെ വിതരണം ചെയ്തു. ക്ഷീരവികസന വകുപ്പിന്റെ ഫോക്കസ് ബ്ലോക്ക് സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി തൊടുപുഴയിൽ നിർവഹിക്കുന്നു. ക്ഷീരവികസന വകുപ്പ്, ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് എന്നിവയുടെ വിവിധ അവാർഡുകളുടെ വിതരണോദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിക്കും. ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡിന്റെ മികച്ച ക്ഷീര കർഷകനുള്ള അവാർഡും ക്ഷീര സാന്ത്വന അവാർഡുകളും വിതരണം ചെയ്യും. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ രംഗം പുതിയ വിജ്ഞാന സാധ്യതകൾക്കനുസരിച്ച് നവീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി അതിന് കൂടുതൽ കരുത്തേകുമെന്നും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. സ്കൂൾ വിദ്യാഭ്യാസ നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രഖ്യാപനവും കണ്ണൂർ ജില്ലാതല സമിതി ഉദ്ഘാടനവും കണ്ണൂരിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം തദ്ദേശ സ്ഥാപനങ്ങൾ ഗൌരവപൂർവ്വം ഏറ്റെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കൃത്യമായ പരിശോധനകളിലൂടെയും ശാസ്ത്രീയ കണ്ടെത്തലുകളിലൂടെയും ജില്ലയുടെ ഔദ്യോഗിക ജൈവ വിഭവങ്ങൾ പ്രഖ്യാപിക്കാനൊരുങ്ങി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്. ജില്ലയുടേതായ ഔദ്യോഗിക ജീവി, ജലജീവി, പക്ഷി, ചിത്രശലഭം, പുഷ്പം, വൃക്ഷം എന്നിങ്ങനെ 6 വിഭാഗങ്ങളിലായാണ് പ്രഖ്യാപനം നടത്താനൊരുങ്ങുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. ഓരോ പ്രദേശത്തെയും വിവിധ ആവാസ വ്യവസ്ഥകൾ, പരമ്പരാഗത ഇനങ്ങൾ, അറിവുകൾ, സംരക്ഷണ പ്രദേശങ്ങൾ, ജൈവവിഭവങ്ങൾ എന്നിവയെല്ലാം ഇതിലൂടെ രേഖപ്പെടുത്തപ്പെടും. ജില്ലയുടെ സമ്പന്നമായ ജൈവ വൈവിധ്യത്തിനും പ്രകൃതി പൈതൃകത്തിനും തെളിവാകുന്ന രേഖയായിരിക്കും കണ്ടെത്തൽ. ശുദ്ധവായു, ശുദ്ധജലം, സുരക്ഷിത ഭക്ഷണം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പ്രയോജനകരമാവുന്ന തരത്തിൽ പ്രകൃതിയും ജൈവ വൈവിധ്യവും സംരക്ഷിക്കപ്പെടണം. ഇതിന്റെ കൂടി ഭാഗമായാണ് ജില്ലാ പഞ്ചായത്തും ജൈവ വൈവിധ്യ പരിപാലന സമിതിയും കൂട്ടായ പ്രവർത്തനം ആരംഭിക്കുന്നത്. വന്യമൃഗങ്ങളെ കൊല്ലാമെന്നുള്ള കോഴിക്കോട് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പാസാക്കിയ പ്രമേയം അംഗീകരിക്കില്ലെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ. വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ പഞ്ചായത്ത് പ്രമേയം പാസാക്കിയത് ശരിയല്ല. കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾ അനുസരിക്കാനേ ഭരണസമിതിക്ക് കഴിയൂ എന്നും മന്ത്രി പറഞ്ഞു. കോട്ടയം രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തിരി തെളിയും. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെ കോട്ടയം ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് രാജ്യാന്തര ചലച്ചിത്രമേള നടക്കുന്നത്. വൈകുന്നേരം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA മേള ഉദ്ഘാടനം ചെയ്യും. ഓസ്കറിൽ 5 അവാർഡ് നേടിയ അനോറയാണ് ഉദ്ഘാടന ചിത്രം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്നലെ അന്തരിച്ച ചിന്തകനും എഴുത്തുകാരനുമായ KK കൊച്ചിന്റെ സംസ്കാരം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ നടക്കും. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്നലെയായിരുന്നു ദളിത് അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ KK കൊച്ചിന്റെ മരണം. 2020 കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മീനമാസ പൂജയ്ക്കായി ഇന്ന് വൈകുന്നേരം 5-ന് ശബരിമല ക്ഷേത്രനട തുറക്കും. സന്നിധാനത്തെ മേൽപ്പാലം ഒഴിവാക്കിയുള്ള പുതിയ ദർശന രീതിയുടെ ട്രയൽ റൺ ഇന്ന് നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. തുറക്കുന്ന ഇന്ന് പൂജകളൊന്നും തന്നെ ഉണ്ടാവില്ല. മീനം 1 നാളെ രാവിലെ 5-ന് നട തുറക്കും. നടയടയ്ക്കുന്ന 19 വരെ ഉദയാസ്തമയ പൂജ, പടിപൂജ, പുഷ്പാഭിഷേകം തുടങ്ങിയ വിശേഷാൽ പൂജകളടക്കം എല്ലാ പൂജകളും നടക്കും. 18ാം പടി ചവിട്ടിയെത്തുന്ന തീർത്ഥാടകർക്ക് മേൽപ്പാലം ഒഴിവാക്കി നേരിട്ട് ദർശനം നടത്താൻ സാധിക്കും വിധത്തിലുള്ള പുതിയ ദർശന രീതി പരീക്ഷണാടിസ്ഥാനത്തിൽ ഇന്നു മുതൽ നടപ്പിലാക്കും. തീർത്ഥാടകർക്ക് അയ്യപ്പ ദർശന സമയം 20 മുതൽ 30 സെക്കൻഡ് വരെ കൂടുതലായി ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാനത്ത് ഉയർന്ന താപനില റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത പ്രതികരണ സേന. ഉയർന്ന അൾട്രാവയലറ്റ് വികിരണം മൂലം ത്വക്ക് രോഗങ്ങളും നേത്രരോഗങ്ങളും ഉണ്ടാകാമെന്നും സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പകൽ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള സമയത്ത് ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക. കഴിഞ്ഞ 24 മണിക്കൂറിൽ ഇടുക്കി, പാലക്കാട്, മലപ്പുറം എന്നിവിടങ്ങളിൽ 11 എന്ന സൂചികയിലാണ് അൾട്രാവയലറ്റ് വികിരണ തോത് രേഖപ്പെടുത്തിയത്. എറണാകുളം കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ ഇന്നലെ രാത്രി പോലീസ് നടത്തിയ റെയ്ഡിൽ 2 കിലോയോളം കഞ്ചാവ് പിടിച്ചെടുത്തു. ഹോസ്റ്റലിൽ ഇന്നലെ രാത്രി തുടങ്ങിയ പരിശോധന പുലർച്ചെ വരെ നീണ്ടു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 കേസുകളിലായി അറസ്റ്റിലായ 3 വിദ്യാർത്ഥികളിൽ ഒരു വിദ്യാർത്ഥിയെ പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. വിൽപ്പനയ്ക്ക് എത്തിച്ച കഞ്ചാവാണ് പിടികൂടിയതെന്നാണ് നിഗമനം. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ നാളെ നടക്കുന്ന ഫൈനലിൽ മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. 8 മണിക്ക് മുംബൈയിലാണ് മത്സരം. ഇന്നലെ നടന്ന എലിമിനേറ്റർ മത്സരത്തിൽ മുംബൈ ഗുജറാത്തിനെ 47 റൺസിന് പരാജയപ്പെടുത്തി ഫൈനൽ പ്രവേശനം നേടിയിരുന്നു. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസിന് മറുപടി നൽകിയതായി കെ രാധാകൃഷ്ണൻ MP. പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനാൽ ഹാജരാകാൻ സാധിക്കില്ലെന്നും അതിനുശേഷം ഹാജരായി തെളിവുകൾ നൽകാമെന്നും മറുപടി കത്തിൽ പറഞ്ഞിട്ടുള്ളതായും MP തൃശൂരിൽ പറഞ്ഞു. ലോകത്തെ മുഴുവൻ ജനങ്ങൾക്കും ഭക്ഷണം എന്നത് ഒഴിച്ചുകൂടാനാവാത്തതാണെന്നും 95% ഭക്ഷണവും കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണെന്നും കൃഷിമന്ത്രി പി പ്രസാദ് നേമം കൃഷി ഭവന്റെ കൃഷി സമൃദ്ധി വിവര ശേഖരണവും ഫ്രൂട്ട് ട്രീ ടാഗിംഗും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമൂഹ മാധ്യമം വഴി മിഠായി രൂപത്തിൽ മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും വിൽപ്പന നടത്തുന്ന വിദ്യാർത്ഥിയെ സുൽത്താൻ ബത്തേരി പോലീസ് പിടികൂടി. ഓൺലൈൻ വഴി വാങ്ങുന്ന ലഹരി മിഠായികൾ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ വിൽക്കുമ്പോഴാണ് ഇയാൾ പിടിയിലായത്. സ്വർണ്ണവില ഉയർന്നു. സ്വർണ്ണം ഗ്രാമിന് 110 രൂപ വർദ്ധിച്ച് 8230 രൂപയും പവന് 880 രൂപ ഉയർന്ന് 65,840 രൂപയുമാണ് ഇന്നത്തെ വില. ADM നവീൻ ബാബുവിന്റെ ദുരൂഹ മരണം CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം നടത്തുന്ന ഉപവാസ സത്യാഗ്രഹ സമരം പത്തനംതിട്ട ടൌൺ സ്ക്വയറിൽ പുരോഗമിക്കുന്നു. KPCC രാഷ്ട്രീയ കാര്യസമിതി അംഗം PJ കുര്യൻ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്ന് 1.41 കിലോഗ്രാം കഞ്ചാവുമായി ആസാം സ്വദേശി പിടിയിൽ. ആസാമിലെ ദീമാംജി സ്വദേശി 35-കാരനായ അസീം ചങ്മയ് ആണ് അറസ്റ്റിലായത്. സംസ്ഥാനത്ത് തൊഴിൽ വിസ തട്ടിപ്പുകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായി വിദേശത്ത് പോകുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് യുവജന കമ്മീഷൻ ചെയർമാൻ M ഷാജർ കണ്ണൂരിൽ യുവജന കമ്മീഷൻ മെഗാ അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പണം മുടക്കുന്നതിന് മുമ്പ് ഏജൻസിയെക്കുറിച്ചും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ചും ഗൌരവമായി അന്വേഷിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ വിവിധ ജില്ലകളിലായി പ്രവർത്തിച്ചുവരുന്ന 39 ടെക്നിക്കൽ ഹൈസ്കൂളുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള ഓൺലൈൻ പ്രവേശന നടപടികൾ ഇന്ന് ആരംഭിക്കും. 8ാം ക്ലാസ്സിലേക്കാണ് പ്രവേശനം. അപേക്ഷ ഏപ്രിൽ 8 വരെ സമർപ്പിക്കാം. അഭിരുചി പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ സംവരണ മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും തിരഞ്ഞെടുപ്പ്. പ്രധാന വാർത്തകൾ വീണ്ടും. മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ പരിഹരിച്ച് മാത്രമേ കടൽ മണൽ ഖനനം നടപ്പാക്കൂ എന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. കേരളത്തിലെ എല്ലാ വില്ലേജ് ഓഫീസുകളും സ്മാർട്ട് വില്ലേജ് ആക്കുമെന്ന് മന്ത്രി കെ രാജൻ. ക്ഷീരവികസന വകുപ്പിന്റെ ഫോക്കസ് ബ്ലോക്ക് സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി ഇന്ന് തൊടുപുഴയിൽ നിർവഹിക്കുന്നു. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ രംഗം പുതിയ വിജ്ഞാന സാധ്യതകൾക്കനുസരിച്ച് നവീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. മീനമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. സന്നിധാനത്തെ മേൽപ്പാലം ഒഴിവാക്കിയുള്ള പുതിയ ദർശന രീതിയുടെ ട്രയൽ റണ്ണും ഇന്ന്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ഫൈനലിൽ നാളെ മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.